സാംസ്കാരിക സംഗമമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി എന്ന് തന്നെ പറയാം, നമ്മുടെ പഞ്ചായത്തിൽ ബാലജനതയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 2 വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു വരാറുണ്ട്. ഈ വർഷവും സാധാരണഗതിയിൽ നമ്മൾ നടത്തുന്ന സാംസ്കാരിക ഘോഷയാത്ര വയനാട് ദുരന്തത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ മാറ്റിവെക്കുകയാണുണ്ടായത്. സാംസ്കാരിക സംഗമം തുടങ്ങിയ പരിപാടികളോടുകൂടി ഈ വർഷത്തെ ഗാന്ധി ജയന്തിയും വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു വരുന്നു. അതിൻ്റെ സമാപനമായാണ് ഇന്നിവിടെ ഈ സാംസ്കാരിക സംഗമവും അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും അതോടൊപ്പം യുവതികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് RJDയുടെ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ സഖാവ് MV ശ്രേംസ് കുമാർ അവർകളായിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിനുള്ള ആദരവ് ഇവിടെ അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ശ്രീ മധുപാൽ അവർകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഈ കേരളത്തിൽ ഈ പ്രദേശത്തെ ആളുകളോട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഇത്തരമൊരു പരിപാടിയിൽ അദ്ദേഹത്തെ ഉദ്ഘാടകനായി ലഭിച്ചത് നമ്മുടെ ഒരു സൗഭാഗ്യമായാണ് ഈ സംഘാടക സമിതി കരുതുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തെ പരിപാടിയിൽ അദ്ദേഹം ഈ കച്ചേരി മൈതാനിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ തീരുമാനിക്കപ്പെട്ട തീയതിയിൽ നമ്മുടെ ബഹുമാന്യനായ മുൻ MLA ശ്രീ MK പ്രേംനാഥ് മരണപ്പെട്ടതുകൊണ്ട് നമ്മൾ പരിപാടി മാറ്റിവെച്ചതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാതെ പോവുകയാണ് ചെയ്തത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് ശ്രീ മധുപാൽ. സിനിമ നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും സിനിമയുടെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വയാണ്. അതോടൊപ്പം സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വയാണ് നമുക്കിന്ന് ഇവിടെ ഉദ്ഘാടകനായി ലഭിച്ചിരിക്കുന്നത്. കാശ്മീരം എന്ന ആദ്യത്തെ സിനിമ തന്നെ വർഷങ്ങൾ കുറെ കഴിഞ്ഞെങ്കിലും നമ്മൾ ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സിനിമയായി മാറിയത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന് നമുക്കറിയാം. തുടർന്ന് ഒട്ടേറെ പുരസ്കാരങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ തലപ്പാവ് എന്ന വളരെ പ്രശസ്തമായ ചിത്രവും അതോടൊപ്പം 100ഓളം വരുന്ന പല ഭാഷകളിലുള്ള ചിത്രങ്ങളിലൂടെ സിനിമാ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ബഹുമാന്യനായ വ്യക്തിത്വമാണ് അദ്ദേഹം. അതോടൊപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക നായകൻ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനാണ്. എല്ലാം കൊണ്ടും മലയാളത്തിലെ സാംസ്കാരിക സാമൂഹ്യ സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന് ഈ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, ഈ ഓർക്കാട്ടേരിയിലെ പൗരാവലിക്ക് വേണ്ടി ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ബാലജനത ഏറാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സംഗമം പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഗാന്ധിജിയുടെ വാക്കും പ്രവൃത്തിയും നമുക്ക് കരുത്തു പകരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായി മധുപാൽ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഇത്തരൊരു ചടങ്ങുണ്ടാക്കുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതം
സുഗമമായി കൊണ്ടുപോകണമെങ്കിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ആവശ്യമാണെന്ന് തെളിയിക്കാൻ കൂടിയാണെന്നുള്ളൊരു ബോധമുണ്ടാക്കുന്നതാണ്. ഒരുപാട് സന്തോഷത്തോടുകൂടി തന്നെ ഈ സാംസ്കാരിക സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ മനുഷ്യൻ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ പ്രയത്നം കൊണ്ട് എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത് എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കുന്ന ഒരു കാലത്താണ് മഹാത്മാഗാന്ധിയെ ബാലജനത വളരെ സജീവമായിട്ട് ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു ഓർമ്മയാണ്. അത് നമ്മുടെ ഒരു അനുഷ്ഠാനമാണ്, നമ്മുടെ ഒരു പാരമ്പര്യമാണ്, നമ്മുടെ ഒരു ജീവിതമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഇത്തരൊരു ചടങ്ങ് നടത്തുന്നത്. തീർച്ചയായും അതിൽ RJDക്ക് അഭിമാനിക്കാം, അതിനോടൊപ്പമുള്ള ബാലജനതയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത് എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അത്രമേൽ ദുരിതവും ദുഷ്ടവും കഷ്ടപ്പാടും ജീവിച്ചിരുന്ന ഒരു ജനത സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നത് അത്രമേൽ വലിയ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ യുദ്ധം രക്തം ചിന്തിയിട്ടല്ല എന്നുള്ളതാണ്. അഹിംസ എന്ന വാക്കിന് അത്രമേൽ പ്രാധാന്യമുണ്ട് ഇന്നും എന്നും എന്നുള്ളത് ഓർമ്മിപ്പിക്കൽ കൂടിയാണിത്. കാരണം ഗാന്ധിജിയുടെ ജീവിതം തന്നെ നമുക്ക് പാഠമായി കൊണ്ടിരിക്കണം. കാരണം എൻ്റെ പുതിയ പലപ്പോഴും പല കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ ധാരാളമുണ്ട്. നമ്മൾ വായിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നമുക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ, മറ്റുള്ള നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ജീവിച്ചു പോയിട്ടുള്ള മനുഷ്യന്മാർ നമുക്കായിട്ട് എഴുതി വെച്ചിട്ടുള്ള പാഠങ്ങൾ തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് എങ്ങനെയാണ് ഉപകാരപ്രദമാകുന്നത് എന്നുള്ളത് ഇതുപോലെയുള്ള ചടങ്ങുകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. തീർച്ചയായും അത് ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കാണ്, വളർന്നു പോകുന്ന തലമുറ മാത്രമല്ല വരുന്ന തലമുറയ്ക്ക് കൂടി ഉപകരിക്കപ്പെടേണ്ട കാര്യമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ വളരെയധികം ഇന്നത്തെ കാലത്ത് ഏതെല്ലാം തരത്തിൽ കഷ്ടപ്പാടും ദുരിതവുമാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ജീവിതത്തെ അടയാളപ്പെടുത്താൻ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാനിത് വേറൊരു കാര്യത്തിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം ഇതേ ഒരു ചടങ്ങിന് ആദരണീയനായ MV ശ്രേയംസ് കുമാറും എന്നെ ക്ഷണിക്കുമ്പോൾ ക്ഷണിച്ച ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രേംനാഥ് സാറിൻ്റെ മരണമുണ്ടാവുന്നത്. പരിപാടി മാറ്റിവെക്കുന്നു. വീണ്ടും അന്നേരം പറഞ്ഞത് പരിപാടി മാറ്റിവെച്ചു, അടുത്ത വർഷം വരണം എന്നുള്ളതാണ്. ഈ അടുത്ത വർഷം എന്ന് പറയുന്ന ഈ തീയതികളിലേക്ക് എത്തുമ്പോഴും എന്നെ സംബന്ധിച്ചോളം സന്തോഷം എന്നെ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എനിക്കുണ്ടാകുന്ന ടെൻഷൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞാൻ വടകരയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അത് പങ്കെടുത്തിട്ട് തിരിച്ചു പോകേണ്ടതാണ്. കാരണം അതും ഇതേപോലെ നേരത്തെ ഏറ്റുപോയ ഒരു കാര്യമായിരുന്നു. ഇപ്പം 2 ദിവസം ഇതിനു വേണ്ടി ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ സങ്കടകരമായ കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് അത്രമേൽ തിരക്ക് പിടിച്ച് മറ്റു പല കാര്യങ്ങളും. ഇന്നലെ ഒരു ദിവസം അക്ഷരാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചോളം ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്തു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിൽപ്പെട്ട ഒരു ദിനമായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ദിനം ഓർക്കാട്ടേരിയിൽ ഈ കച്ചേരി മൈതാനത്ത് ഇവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതും മഹാത്മാഗാന്ധിയുടെ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ബാലജനതയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരൊരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ രാഷ്ട്രത്തിലേക്ക്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള മറ്റു ഒരുപാട് മനുഷ്യരുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെയൊക്കെ ജീവിതം തന്നെയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെയാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ നിറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഇനി വരുന്ന ഒരാളിന് പോലും ഗുണകരമായി മാറുന്നത്, അവനൊരു പാഠമായി മാറുന്നത്, അവൻ്റെ കാഴ്ചയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷത്തോട് ഞാൻ ഇന്ന് ഒരുപാട് ടെൻഷൻ ഉണ്ടായിട്ടും സന്തോഷത്തോട് പറഞ്ഞതും ഇതിന് ചിലപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിൽ എന്നുള്ള സാധനങ്ങൾ ഉണ്ടായിട്ട് പറഞ്ഞ് തീർത്ത് ഇത് വന്നു നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമുണ്ടെന്നുള്ളതാണ്. അത് ഈ കച്ചേരി മൈതാനത്ത്, കാരണം ഒരുപാട് മനുഷ്യർ, ഒരുപാട് മഹാരഥന്മാർ വന്നു പോയിട്ടുള്ള ഒരു മൈതാനത്ത് നിന്നുകൊണ്ട്, ഒരു ഇടത്ത് നിന്നുകൊണ്ട് 2 വാക്ക് സംസാരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. കാരണം കേരളത്തിൽ
ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ അത്രമേൽ മഹാരഥന്മാർ വന്നു പോയിട്ടുള്ള ചില പ്രദേശങ്ങളുണ്ടല്ലോ. അത്തരമൊരു ഇടമാണ് ഈ സ്ഥലം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഗാന്ധിജി എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതിൽ ശരിക്കും ഒരു നമ്മൾ പറയുന്ന ഒരു ജീവിതമാണ്. ആ ജീവിതം നമ്മുടെയൊക്കെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത് അഹിംസ എന്ന വാക്ക് മാത്രമല്ല. കാരണം സ്വന്തം ജീവിതം കൊണ്ട് തന്നെ എത്രമേൽ ഉപകാരപ്രദമാക്കുന്നു. കാരണം ഒന്നും നേടാൻ, കാരണം എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. കാരണം മറ്റുള്ളവരെ ചേർത്ത് പിടിക്കലാണ്. അതിലൂടെ മാത്രമാണ് ഒരു 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 പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. കാരണം മനുഷ്യനെ ചേർത്ത് പിടിച്ച ഒരു ഇടമാണത്. മനുഷ്യനെ ചേർത്ത് പിടിച്ച് മനസ്സിലാക്കി തന്ന ഒരു ഇടമാണ്. ആ ഗാന്ധിജിയുടെ ദിനത്തിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇത്രയധികം പല ഭാഗങ്ങളിലായിട്ട് പല പ്രോഗ്രാമുകളും നടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു വലിയ മഹാസംഗമം സാധ്യമാകുന്നത് ഗാന്ധിജി എന്ന ആ അസ്തിത്വം നമ്മുടെ മുമ്പിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല, നമ്മൾ വിട്ടുകളഞ്ഞിട്ടില്ല, നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ജ്വലിക്കുന്ന ഒരു പ്രതീകമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണിത്. കാരണം ഈ ഒരു പ്രസ്ഥാനം എത്രത്തോളം മനുഷ്യരിലേക്ക് ഇടയ്ക്ക് പോകുന്നു, മനുഷ്യന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ടൊരു പ്രസ്ഥാനമായിട്ട് മാറുമ്പോഴാണ് നമ്മൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് കൂടിയാണ് എന്നുള്ള ബോധം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ RJDയുടെ കീഴിലുള്ള ബാലജനത ഇത്തരം ഒരു സംഗമം നടത്തുമ്പോൾ അത് വളർന്നു വരുന്ന തലമുറ എങ്ങനെയാണ് ഇനിയുള്ള കാലത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവുന്നത്. നിരന്തരമായ പാഠങ്ങളിലൂടെ മാത്രമാണ് അത് സാധ്യമാകുന്നത്. മഹാത്മാഗാന്ധി ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങളുണ്ട്. കാരണം എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് യുദ്ധം കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷ് സംഘത്തിനോട്, ബ്രിട്ടീഷ് ആധിപത്യത്തോട് എത്രത്തോളം വലിയ തോതിലാണ് അദ്ദേഹം പടപൊരുതിയത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. കാരണം പാഠങ്ങൾ നമുക്ക് തന്നു കിട്ടും. ഇതിപ്പോ ഈ പുതിയ കാലം ഈ പോസ്റ്റ് ട്രൂത്തിന്റെ കാലമാണിത്. എന്തു പറയുന്നതും എന്തു നുണ പറഞ്ഞാൽ പോലും വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നുണകളുടെ ഒരു വലിയ നുണകൾ പറഞ്ഞുകൊണ്ട് മാത്രം അത് സത്യമാക്കി മാറ്റുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ജീവിതം കൊണ്ട് സത്യം മാത്രമേ പറയുള്ളൂ, സത്യമാണ് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്, സത്യമെന്ന വാക്കിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞ ആ മഹാത്മാവിന്റെ നാളിൽ, ഈ ജന്മനാളിൽ ഇങ്ങനെ ഒരു ചടങ്ങിലും അത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ബാലജനതയുടെ ഇത്തരം ചടങ്ങുകൾക്കും ഇത്തരം മുന്നോട്ട് പോക്കലുമെല്ലാം എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നു. കാരണം മഹാത്മാഗാന്ധി നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരാളല്ല, മായ്ച്ചു കളയേണ്ട ഒരാളല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഒരു കാര്യം, ഗാന്ധിജിയുടെ പേരിലുള്ള സ്റ്റാമ്പുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ഗാന്ധിജിയുടെ പേരിലുള്ള സ്റ്റാമ്പുകൾ വരുന്നില്ല എന്നുള്ളത്. കാരണം ഗാന്ധിജിയുടെ ചിത്രമുള്ള സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നില്ല എന്നുള്ളത് ആണ് പോസ്റ്റ് ഓഫീസുകാർ മുമ്പോട്ട് പറയുന്നത്. അങ്ങനെ ഒരു ജീവിതത്തിൽ മായ്ച്ചു കളയാനുള്ള ഒരു മഹാത്മാവല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ ജനതയുടെ മനസ്സിലും മഹാത്മാഗാന്ധി എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. തീർച്ചയായും ഗാന്ധിജി എന്ന് പറയുന്ന സത്വം നമ്മുടെ ആ സ്വത്വം അതൊരു ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. സ്വാതന്ത്ര്യം എന്തെന്ന് തിരിച്ചറിയുന്ന ജനതയുടെ ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മനുഷ്യർക്കും എല്ലാ മനസ്സുകൾക്കും സ്നേഹമുള്ള, ഏറ്റവും സന്തോഷകരമായിട്ട് ജീവിക്കാൻ പോകുന്ന പ്രവൃത്തികളെ ആത്മാർത്ഥമായിട്ട്, കാരണം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടും ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ ഗുണം കിട്ടുമെന്നുള്ള പ്രത്യാശയോടുകൂടി എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള പാഠം എന്നത് സത്യം പറയുക എന്നുള്ളത് തന്നെയാണ്. അസത്യം കൊണ്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. അസത്യം പറഞ്ഞാൽ ഒരു അസത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാക്കാൻ വേണ്ടി അത്രമേൽ അസത്യങ്ങൾ പറഞ്ഞുകൊണ്ടേ വരുന്ന ഒരു ലോകത്ത് സത്യം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം മനസ്സിലാക്കുന്ന ഒരു ജനതയായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഭാവുകളും നേരുന്നു. ഈ ചടങ്ങിന് എല്ലാ ഭാവുകളും നേരുന്നു. ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഞങ്ങൾ ബാലജനതാ പ്രവർത്തകർ ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യവും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുമെന്നും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുമെന്നും എല്ലാ വിഭാഗം ജനങ്ങളെയും ജാതി മത വർഗ വർണ്ണ ഭാഷാ വേർതിരിവില്ലാതെ
ഏകോദര സഹോദരന്മാരെ പോലെ കാണുമെന്നും ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന മതതീവ്രവാദ ശിഥിലീകരണ വിഘടനവാദ ശക്തികൾക്കെതിരെ ഏക മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്ന് പോരാടുമെന്നും ചെറുത്തു തോൽപ്പിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ബാലചന്ത എല്ലാ വർഷവും നടത്തി വരാറുള്ള പരിപാടിയാണ് ഈ വർഷവും നടത്തുന്നത്. പക്ഷെ ഓർക്കാട്ടി ടൗണിലെ തിരക്ക് കാരണം കഴിഞ്ഞ വർഷം ഏതാണ്ട് നവംബർ 1 പരിപാടി നടത്തിയപ്പോൾ 2.5 മണിക്കൂർ ഗതാഗത സ്തംഭനമുണ്ടായി. അതേ തുടർന്നാണ് ഘോഷയാത്ര ഒഴിവാക്കിക്കൊണ്ട് സംഗമമായി ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് മഹാത്മജിയുടെ ജന്മദിനം ലോകം കൊണ്ടാടുന്നത് 198 രാഷ്ട്രങ്ങൾ അംഗത്വമെടുത്തിട്ടുള്ള ഐക്യരാഷ്ട്രസഭ ലോക അഹിംസാ ദിനമായിട്ടാണ് ഈ ദിനം കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ലോകസമാധാനത്തിലുള്ള ഇന്ത്യയുടെ സന്ദേശം എന്നത് വളരെ വ്യക്തമാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ അഹിംസാ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനുഭാവൻ ഇന്ന് ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ വിസ്മരിക്കപ്പെടുകയാണ്. ഗുജറാത്തിലെ പാഠപുസ്തകത്തിലുണ്ട് ഗാന്ധിജി ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം എന്ത് എന്ന്. ഈ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിലെ പാഠപുസ്തകത്തിൽ ഗോഡ്സെ ഇന്ത്യയുടെ വീരപുത്രൻ മഹാപുത്രൻ എന്ന് ഘോഷിക്കപ്പെടുന്നു. ഗോഡ്സെ ഉയർത്തിക്കൊണ്ടുവരാനും ഗാന്ധിജിയെ വിസ്മരിക്കാനും തിടുക്കം കൂട്ടുന്ന ഭരണ സംവിധാനം രാജ്യം ഭരിക്കുമ്പോൾ ഇതിൽ കൂടുതലായൊന്നും നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ. ഗാന്ധിജി ഇന്ത്യയുടെ ആത്മാവാണ്. ആ ആത്മാവിനേൽക്കുന്ന ഓരോ മുറിവും രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് തറിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഈ കൂട്ടർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഗാന്ധിജി ഓർമ്മിക്കപ്പെടണം, എങ്കിലേ ഈ നാട്ടിൽ നിലനിൽപ്പുള്ളൂ. ഗാന്ധിജിയുടെ ആശയങ്ങളിലൂടെ മാത്രമേ ഈ രാജ്യത്തെ ഗ്രാമത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഗ്രാമാന്തരങ്ങളിലുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ജനതയെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഉയർന്നു വന്നാൽ മാത്രമേ ഈ രാജ്യത്ത് നിലനിൽപ്പുള്ളൂ, രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ. ആ നിലയിൽ വരുന്ന തലമുറ, ചെറിയ തലമുറയെ വളർത്തിക്കൊണ്ടുവന്ന് എന്താണ് ഗാന്ധിജി എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, എന്താണ് ഗാന്ധിജി എന്ന് പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരദേശാഭിമാനികളായിട്ടുള്ള മഹത്തുക്കൾ ഗാന്ധിജിയോടൊപ്പം ചേർന്ന് നിന്ന് സ്വാതന്ത്ര്യമായി തന്നപ്പോൾ നമ്മുടെ വിദേശികാധിപത്യത്തിനെതിരെയായിരുന്നു സമരം. വിദേശികൾ ഇവിടെ വന്ന് ഈ രാജ്യത്തെ നശിപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്ന രീതിക്കെതിരായി സമരം ചെയ്ത് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തപ്പോൾ ഈ പുതിയ ഭരണകർത്താക്കൾ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക്, ജനങ്ങളെ ദ്രോഹിക്കുന്ന രൂപത്തിലേക്ക് കാലം മാറുമ്പോൾ ഗാന്ധിജി ഓർമ്മിക്കപ്പെടണം. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഇവിടെ വ്യാപരിക്കപ്പെടണം. അതിന് യുവതലമുറ തയ്യാറായി വേണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഓർക്കാട്ടേരി LP സ്കൂളിൽ വെച്ച് നടന്ന പഞ്ചായത്ത് തല മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനം കിട്ടിയ മത്സരാർത്ഥികൾക്കുള്ള സമ്മാന വിതരണമാണ്. മത്സരാർത്ഥികൾ വിജയിച്ചവർ എത്തിയിട്ടില്ലെങ്കിൽ നിർബന്ധമായും വാർഡിലെ കൺവീനറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ വന്ന് സമ്മാനം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാർഡ് 7 ജോയൽ മനു R. LP വിഭാഗം ചിത്രരചന ജലച്ഛായ മത്സരം ആവണി SD. 2ാം സമ്മാനം വാർഡ് 13 നിന്ന് മത്സരിച്ചിട്ടുള്ള സാവന്തി മിത്ര. വിഭാഗം പ്രസംഗം വാർഡ് 4 നിന്നും മത്സരിച്ചിട്ടുള്ള
വിനായക് ടി എസ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിനായക് ടി എസ്. വാർഡ് 2 നിന്നെത്തിയ ആൻഡിയ ഇ എം. ആൻഡിയ ഇ എം. മുഴുവൻ ആളുകളും നമ്മുടെ കൊച്ചുമക്കളെ അകമഴിഞ്ഞ കയ്യടിയോടുകൂടി അഭിനന്ദിക്കണമെന്ന് അറിയിക്കുകയാണ്. ക്വിസ് മത്സരം 1ാം സമ്മാനം നേടിയിരിക്കുന്നത് 1ാം വാർഡിൽ നിന്നും മത്സരിച്ചിട്ടുള്ള ശ്രീലക്ഷ്മി. 2ാം സമ്മാനം നേടിയിരിക്കുന്നത് 7ാം വാർഡിലെ ആൻഡിയ എസ്. ക്വിസ് മത്സരം വളരെ ആവേശകരവും വളരെ ടൈറ്റായ മത്സരമായതുകൊണ്ട് ജഡ്ജസിന്റെ പ്രത്യേക അഭ്യന്തര പ്രകാരം 3ാം സമ്മാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3ാം സമ്മാനം നേടിയിരിക്കുന്നത് ജോയൽ മനോ ആർ. വാർഡ് 7 നിന്നും മത്സരിച്ചിട്ടുള്ള ജോയൽ മനോ ആർ. LP മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. UP വിഭാഗം 2ാം സമ്മാനം വാർഡ് 12 ശ്രീവേദ. ശ്രീവേദ വാർഡിലെ ബന്ധപ്പെട്ടവർ വന്ന് സമ്മാനം ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. UP വിഭാഗം ചിത്രരചന ജലച്ചായ മത്സരം 1ാം സ്ഥാനം നവതേജ് PK. വാർഡ് 7 നവതേജ് PK. 2ാം സമ്മാനം വാർഡ് 8 സാൻവിൻ OK. സാൻവിൻ OK. UP വിഭാഗം ഉപന്യാസ മത്സരം. UP വിഭാഗം ഉപന്യാസ മത്സരം 1ാം സ്ഥാനം മയൂഖ ബി മനോജ്. മയൂഖ ബി മനോജ്. വാർഡ് 2. 2ാം സ്ഥാനം മാളവിക AK. വാർഡ് 6. മാളവിക AK. UP വിഭാഗം പ്രസംഗ മത്സരം 1ാം സമ്മാനം മാളവിക AK. വാർഡ് 6 മാളവിക AK. നമ്മുടെ പിഞ്ചുമക്കളെ അകമഴിഞ്ഞ കയ്യടിയോടുകൂടി അഭിനന്ദിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. UP വിഭാഗം ക്വിസ് മത്സരത്തിലും വളരെ ആവേശകരമായ മത്സരം ആയതുകൊണ്ട് 3ാം സമ്മാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്വിസ് മത്സരം UP. 3ാം സമ്മാനം വാർഡ് 7 നിന്നെത്തിയ അനുഷ്ക. വാർഡ് 7 അനുഷ്ക. ഹൈസ്കൂൾ മത്സരം ചിത്രരചന പെൻസിൽ 1ാം സമ്മാനം തേജ കൃഷ്ണ B. വാർഡ് 12 തേജ കൃഷ്ണ B. 2ാം സ്ഥാനം അലോന ഷാജി. വാർഡ് 6 അലോന ഷാജി. ചിത്രരചന ജലച്ചായ മത്സരം ഹൈസ്കൂൾ വിഭാഗം 1ാം സമ്മാനം തേജ കൃഷ്ണ B. വാർഡ് 12 തേജ കൃഷ്ണ B. 2ാം സമ്മാനം അലോന ഷാജി. വാർഡ് 6 നിന്നെത്തിയ അലോന ഷാജി. ഉപന്യാസ മത്സരം ഹൈസ്കൂൾ വിഭാഗം 1ാം സമ്മാനം രുക്മ വി പ്രകാശ്. വാർഡ് 4 രുക്മ വി പ്രകാശ്. 2ാം സമ്മാനം നിഹാരിത വിനോദ്. വാർഡ് 7 നിഹാരിത വിനോദ്. പ്രസംഗ മത്സരം ഹൈസ്കൂൾ വിഭാഗം 1ാം സ്ഥാനം നിവേദ് റാം. വാർഡ് 16 നിവേദ് റാം. 2ാം സ്ഥാനം നിഹാരിത വിനോദ്. മത്സരാർത്ഥികൾ വിജയികൾ പലരും നമ്മുടെ കലാപരിപാടിക്കുള്ള മേക്കപ്പ് റൂമിലാണുള്ളത്. അതുകൊണ്ടാണ് പലരും വേദിയിൽ എത്താത്തത്. 2ാം സമ്മാനം നിഹാരിത വിനോദ്. വാർഡ് 7 നിഹാരിത വിനോദ്. ഹൈസ്കൂൾ വിഭാഗം ക്വിസ് മത്സരം 1ാം സമ്മാനം വാർഡ് 3 നിവേദ്യ സജീത്. നിവേദ്യ സജീത്. വാർഡ് 3. 2ാം സമ്മാനം ആരുഷ് S. വാർഡ് 7 ആരുഷ് S. വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വിജയികൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, ഈ മത്സരത്തിൽ ഞാൻ ജയിക്കും.
കാരണം ഞാൻ ക്ഷമയുള്ളവനാണ്. ഇവിടെ ഇരിക്കുന്നവരോടെല്ലാം ഞാൻ ചോദിക്കുന്നു, 5 മിനിറ്റ് മൗനമായിരിക്കാൻ നമുക്ക് ക്ഷമയുണ്ടോ? നമ്മൾ എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മിണ്ടാതിരിക്കാനുള്ള ക്ഷമ പോലും നമുക്കില്ല. മഹാനായ ഗാന്ധി, അദ്ദേഹത്തെ 1948 ജനുവരി മാസം 30-ാം തീയതി പ്രാർത്ഥനാ യോഗത്തിലേക്ക് കടന്നു വന്ന് അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഒരാൾ കടന്നു വന്ന് ഗാന്ധിജിക്ക് നമസ്കാരം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിക്കാൻ കുനിഞ്ഞ് ആ സമയത്ത് തൻ്റെ ബെൽറ്റിൽ പാൻസിൽ ഉറപ്പിച്ചു നിർത്തിയ വെടിക്കോപ്പെടുത്ത് ഗാന്ധിജിയുടെ പെരുമാറിലേക്ക് വെടിയുണ്ട ഉതിർക്കുകയാണ്. ഗാന്ധിജി ആരായിരുന്നു? 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞാൽ കണ്ട 2 അത്ഭുതങ്ങൾ എന്ന് പറയാറുണ്ട്. ഒന്ന് ആറ്റം ബോംബാണ്. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ആറ്റം ബോംബ്. മറ്റൊന്ന് ഗാന്ധിജിയായിരുന്നു. ഈ ലോകത്തെ മുഴുവൻ നന്മയിലേക്ക് നയിക്കാൻ, സ്നേഹത്തിലേക്ക് നയിക്കാനുള്ള ആറ്റം ബോംബിനേക്കാൾ പ്രകരശേഷിയുള്ള മഹാത്മാഗാന്ധി അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ മകനോട് പറയുകയാണ്, നിങ്ങളുടെ പിതാവിനോട്, നിങ്ങളുടെ കുടുംബത്തോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. ഞാൻ കൊന്നത് ഗാന്ധി എന്ന ശരീരത്തെയല്ല, അദ്ദേഹം ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന ആശയത്തെയാണ്, അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെയാണ് ഞാൻ കൊന്നിട്ടുള്ളത്. ഈ ബാലജനതൃ കുട്ടികൾ ഈ സന്ദേശം മനസ്സിൽ കരുതുക. ഗാന്ധിജിയുടെ ഒരു കണ്ണടയും തൂത്തുവാരുന്ന ഒരു ചൂലും ഒരു കാക്കയെയും വെച്ചുകൊണ്ട് മാലിന്യമുക്തമായ ഭാരതമെന്നും മാലിന്യമുക്തമായ കേരളമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഭാരതത്തിൽ ജാതിയുടെ, സമുദായത്തിൻ്റെ, വർഗീയതയുടെ, മനുഷ്യത്വരാഹിത്യത്തിൻ്റെ, പട്ടികജാതി പട്ടികവർഗ പീഡനങ്ങളുടെ, കീഴാളവർഗത്തിൻ്റെ തടിച്ചമർത്തലിൻ്റെ മാലിന്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയം മാലിന്യത്തിൽ കുമിഞ്ഞുകൂടുമ്പോൾ അത് കേരളത്തിൻ്റെതായാലും ഇന്ത്യയുടേതായാലും ആ മാലിന്യം മുക്തമാക്കാൻ പ്രിയമുള്ള സഖാക്കളെ, പിഞ്ചുകുട്ടികളെ, നിങ്ങൾ ഈ മാലിന്യമുക്തമാക്കാൻ ചൂലെടുക്കണം. നിങ്ങൾ കാക്കയുടെ മാലിന്യ വിമുക്തമാക്കാനുള്ള ചുമതല നിർവഹിക്കണം. ഗാന്ധിജിയുടെ സന്ദേശം പുതിയ തലമുറയ്ക്ക് കൈമാറണം. ഇവിടെ പല ദിവസങ്ങളായി നടന്ന മത്സരങ്ങളിൽ വിജയം നേടിയവർ അവരെയെല്ലാം ആശംസിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ പരാജയപ്പെട്ടവരുണ്ട്, ഇവിടെ വിജയിക്കുന്നവരുള്ളത് കൊണ്ട് ഗാന്ധിജി തന്നെ പറഞ്ഞു, ഇവിടെ പലരും വിജയിക്കുന്നത് പരാജയപ്പെടാൻ ആളുകൾ ഉള്ളത് കൊണ്ടാണ്. ആ പരാജിതരും അഭിമാനം അർഹിക്കുന്നു, അഭിവാദ്യം അർപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിമാനപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ധീരസ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അനുമോദനം നൽകാൻ ഏറാമല ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ KP ബിന്ദുവിനെയും ഒപ്പം അനുമോദനം ഏറ്റുവാങ്ങാൻ സിദ്ധാർത്ഥിനെയും ക്ഷണിക്കുന്നു. ഏറാമല പഞ്ചായത്തിലെ ബാലജനതയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു 10-30 പതിറ്റാണ്ട് കാലമായി വലുതും ചെറുതുമായ ഇത്തരത്തിലുള്ള നിരവധി പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഒരു പരിപാടിയും നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ വയനാട് ദുരന്തവും അതേപോലെ തന്നെ വിലങ്ങാട് ദുരന്തത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഘോഷയാത്ര ഒഴിവാക്കിയിട്ടുള്ളത്. എന്നാലും വിപുലമായ രീതിയിൽ തന്നെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന നൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പരിപാടി തന്നെയാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടെ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. മറ്റ് പരിപാടികളൊക്കെ മാറ്റിവെക്കുകയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ചെയ്തിട്ടുള്ള പ്രശസ്ത സിനിമാ നടൻ മധുപാൽ, അദ്ദേഹത്തിന് സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഇവിടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തിട്ടുള്ള മനയത്ത് ചന്ദ്രേട്ടൻ, അദ്ദേഹത്തിനും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തിട്ടുള്ള RJDയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് MK ഭാസ്കരേട്ടൻ, അദ്ദേഹത്തിനും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ സാന്നിധ്യം കൊണ്ട് ഈ വേദി ധന്യമാക്കിയിട്ടുള്ള പ്രിയപ്പെട്ട മുഴുവൻ സഖാക്കൾക്കും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനോടൊപ്പം തന്നെ 1.5 മാസക്കാലമായി ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കയ്യും മെയ്യും മറന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള സാധാരണ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകർ, അതേപോലെ തന്നെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഈ ഒരു സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുള്ള അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ, അതേപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന TPS ലൈറ്റ് ആൻഡ് സൗണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ നന്ദി പ്രസംഗം അവസാനിപ്പിക്കുന്നു.